ഹലോ നമസ്കാരം. നമുക്കിന്നൊരു മേക്കപ്പ് ലുക്ക് വീഡിയോ ആണ്. വാലന്റൈൻ സ്പെഷ്യൽ മേക്കപ്പ് ലുക്കാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റെഡ് ഡ്രസ്സൊക്കെ ഇട്ട് വന്നേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ സ്കിൻ കെയർ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലോറിയൽ പാരീസിൻ്റെ ക്രിസ്റ്റൽ മൈക്രോ എസൻസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് തുള്ളികൾ എടുത്തിട്ട് നമ്മുടെ ഫേസിൽ ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഡാബ് ചെയ്തിട്ടാണ് നമ്മളിത് അപ്ലൈ ചെയ്യേണ്ടത്. നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ആക്കുന്ന ലിക്വിഡ് കൺസിസ്റ്റൻസി ഉള്ള ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ അതിന് ശേഷം നമ്മളൊരു സീറോ ആണ് അപ്ലൈ ചെയ്യുന്നത്. ഇതും ലോറിയൽ പാരീസിൻ്റെ റിവൈറ്റൽ ലിഫ്റ്റ് ഹൈലറോണിക് ആസിഡ് സീറോ ആണ്. നിങ്ങൾ വിചാരിക്കേണ്ട ഇത് ലോറിയൽ പാരീസിൻ്റെ പരസ്യമാണെന്ന്, പരസ്യമൊന്നുമല്ല. അപ്പോൾ കുറച്ച് തുള്ളികൾ എടുത്തിട്ട് നമ്മൾ സിറം അപ്ലൈ ചെയ്യുകയാണ്. ഇതും നല്ലൊരു സിറമാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്നും നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ വിഷമിക്കേണ്ട. ഇതൊന്നും അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിലും പ്രോബ്ലം ഇല്ല, നമുക്ക് മേക്കപ്പ് ഇടാം. എന്നാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സ്റ്റെപ്പ് ഉണ്ട്, മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക എന്നുള്ളത്. മസ്റ്റായിട്ടും മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിരിക്കണം. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ന്യൂട്രിഡേമിൻ്റെ മോയ്സ്ചറൈസിങ് ലോഷനാണ്. വൈറ്റമിൻ ഇ ഉള്ള മോയ്സ്ചറൈസിങ് ലോഷൻ. നല്ലൊരു മോയ്സ്ചറൈസിങ് ലോഷനാണ്. നന്നായിട്ട് സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസിങ് ലോഷനാണ്. അപ്പോൾ മേക്കപ്പിന് സ്യൂട്ടായിട്ടുള്ള ബെസ്റ്റായിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ് കേട്ടോ ഇത്. പിന്നെ മോയ്സ്ചറൈസർ ഇടുമ്പോഴില്ലേ നല്ലൊരു മസാജ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാലും നല്ലൊരു ഗ്ലോ ഉണ്ടാവും. കാരണം ഓൾറെഡി എന്താ പറയുക, സ്കിന്നിൽ ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടിയിട്ടുണ്ടാവും. ആ ഒരു ഗ്ലോ നമ്മുടെ സ്കിന്നിൽ കാണുകയും ചെയ്യും. അപ്പോൾ നന്നായിട്ട് മസാജ് ചെയ്യുക. മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുമ്പോൾ ഫേസിലും നെക്കിലും ഒക്കെ അപ്ലൈ ചെയ്യണം. അടുത്ത നമ്മുടെ പരിപാടി ലിപ്സ് മോയ്സ്ചറൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ജ്യൂസ് കെമിസ്ട്രിയുടെ ലിപ് ബാമാണ്. നല്ലൊരു ലിപ് ബാമാണ് കേട്ടോ. നിങ്ങളുടെ ലിപ്സ് പിഗ്മെൻറ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു ലിപ് ബാമാണ്. നന്നായിട്ട് ലിപ്സിനെ ഹൈഡ്രേറ്റ് ചെയ്യുന്ന ഒരു ലിപ് ബാമാണ് ഇത്. ബോത്ത് മെൻ ആൻഡ് വിമൺ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലിപ് ബാമാണ് കേട്ടോ. ഇനി അതിനുശേഷമുള്ള കാര്യമായ പരിപാടി എന്ന് പറയുന്നത് ഐബ്രോസ് സെറ്റാക്കുക എന്നുള്ളതാണ്. മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടും നമ്മൾ ഐബ്രോസ് വരഞ്ഞിട്ടില്ലെങ്കിൽ കാണാൻ ഒരു ലുക്കും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് മിസ് ക്ലെയറിൻ്റെ ഐബ്രോ പെൻസിലാണ്. ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ്. പ്രൊഡക്റ്റുകളുടെ ലിങ്ക്സൊക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. പിന്നെ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഫൗണ്ടേഷനാണ്. മെബിലിൻ ഫിറ്റ്മിയുടെ ഫൗണ്ടേഷനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഷെയ്ഡ് നമ്പർ 120. അപ്പോൾ ഫേസിലും നെക്കിലൊക്കെ ഡോട്ടായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലെങ്കിൽ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തോ, ടൈം എടുത്തിട്ട് ബ്ലെൻഡ് ചെയ്തോ. അല്ലെങ്കിൽ ഇങ്ങനെ പാച്ചായിട്ട് കാണിക്കും, ഫൗണ്ടേഷൻ ഇട്ടത് എടുത്ത് കാണിക്കും കേട്ടോ. കോമ്പാക്റ്റ് പൗഡറായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് മെബിലിൻ ഫിറ്റ്മിയുടെ കോമ്പാക്റ്റ് പൗഡറാണ്. നമ്മൾ നേരത്തെ യൂസ് ചെയ്ത ഫൗണ്ടേഷൻ്റെ അതേ ഷെയ്ഡ് തന്നെയാണ്, ഷെയ്ഡ് നമ്പർ 120. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഫുൾ മേക്കപ്പ് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല, കാരണം സ്കിന്ന് കൂടുതൽ ഡ്രൈ ആവും. അപ്പോൾ നമുക്ക് എവിടെയൊക്കെയാണോ കൂടുതലായിട്ട് വേർക്കുന്നത്, എസ്പെഷ്യലി കണ്ണിന് ചുറ്റുമുള്ള ഏരിയ, അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കാജൽ ഒരിക്കലും പരക്കില്ല. അതുപോലെ മൂക്കിന് ചുറ്റും. അപ്പം എവിടെയൊക്കെയാണോ വിയർക്കുന്നത് അപ്പോൾ അത് യൂസ് ചെയ്തിട്ടൊന്ന് ഈ പൗഡർ യൂസ് ചെയ്തിട്ടൊന്ന് സെറ്റാക്കി കൊടുക്കുകയാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ എടുത്തിരിക്കുന്നത് സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ ഷെയ്ഡ് നമ്പർ എനിക്കിപ്പോൾ ഓർമ്മയില്ല. ഷെയ്ഡ് വന്നിട്ട് ഫ്രഷ് റെഡാണ് ഷെയ്ഡ്. അപ്പോൾ നമ്മളിത് ലിപ്സിലല്ല അപ്ലൈ ചെയ്യാൻ പോകുന്നത്, ഐ ലിഡ്സിലാണ്. അപ്പോൾ നമ്മൾ ഐ ഷാഡോ ഒക്കെ പകരമായിട്ട് ലിപ്സ്റ്റിക്കാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഐ ഷാഡോ ഇല്ലെങ്കിലും പ്രശ്നമില്ല, നമുക്ക് ലിപ്സ്റ്റിക്ക് എടുത്തിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇതെന്ന് പറയുന്നത് നല്ല പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, നന്നായിട്ട് ഐ ഷാഡോ ഇട്ട് അതേ എഫക്റ്റ് തന്നെ ഉണ്ടാവും. അതിനുശേഷം നമ്മൾ എടുത്തിരിക്കുന്നത് മാമാഅർത്തിൻ്റെ കാജലാണ്. ഇത് അടിപൊളി കാജലാണ് കേട്ടോ. ഇത് കാസ്റ്റർ ഓയിൽ അടങ്ങിയിട്ടുള്ള ഒരു കാജലാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ആമസോണിൽ കാണുന്നില്ല, പകരം വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള കാജലിൻ്റെ ലിങ്ക് ഇടുന്നുണ്ട് കേട്ടോ. നല്ല കാജലാണ്, നല്ല ബ്ലാക്കാണ്, അങ്ങനെ എളുപ്പമൊന്നും സ്പ്രെഡ് ആവില്ല. അതിനുശേഷം നമ്മൾ മസ്കാര ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ലാഷസ് ഒന്ന് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇത് അടിപൊളി മസ്കാര ആണ് ലോറിയലിൻ്റെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ലോറിയലിൻ്റെ ഒരു കളിയാണ്. ഇത് ലോറിയലിൻ്റെ ലാഷ് പാരഡൈസ് മസ്കാരയാണ്. കോസ്റ്റ്ലി ആണ്, പക്ഷേ എന്നാലും ഇട്ട് കഴിഞ്ഞാൽ എന്താ പറയുക, നല്ല വോളിയമായിട്ട് കാണിക്കും കേട്ടോ. ലാഷസൊക്കെ എടുത്ത് കാണിക്കും. അപ്പോൾ അതിനുശേഷം നമ്മൾ സെയിം ലിപ്സ്റ്റിക്ക്, നേരത്തെ കാണിച്ച അതേ ലിപ്സ്റ്റിക്ക് എടുത്തിട്ട് നമ്മുടെ ലിപ്സിൽ അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ ലിപ്സിൽ അപ്ലൈ ചെയ്തപ്പോഴത് എന്താ പറയുക, കുറച്ച് കൂടിയതുപോലെ എനിക്ക് തോന്നി. അപ്പോൾ ഞാനൊരു ടിഷ്യൂ എടുത്തിട്ട് എക്സ്ട്രാ ഉള്ളതൊക്കെ അബ്സോർബ് ചെയ്തിട്ട് കളയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ലിപ്സ്റ്റിക്ക് ലോങ് ലാസ്റ്റ് ചെയ്യും. പിന്നെ ഒരു മാറ്റ് ഫിനിഷ് ലുക്ക് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് ക്രീമി മാറ്റാണ്.
എന്താ പറയുക, നല്ല പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ്, അഫോർഡബിൾ റേറ്റിൽ കിട്ടുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ ബ്ലഷായിട്ടും യൂസ് ചെയ്യുന്നത്. ബ്ലഷായിട്ട് യൂസ് ചെയ്തപ്പോൾ എന്താ പറയുക, നല്ല പിഗ്മെൻറ്റഡ് ആയതുകൊണ്ട് ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് മാറ്റാനും ഒരു വഴിയുണ്ട്. നമ്മൾ നേരത്തെ കോമ്പാക്റ്റ് പൗഡറിന് യൂസ് ചെയ്ത ബ്രഷ് യൂസ് ചെയ്തിട്ട് എന്താ പറയുക, നമ്മൾ ഇതൊന്ന് സെറ്റാക്കുകയാണ്. ബ്രഷിൽ എന്തായാലും നേരത്തെ യൂസ് ചെയ്ത കുറച്ച് പൗഡർ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇത് കുറച്ചൊന്ന് ലൈറ്റ് ആവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പം നമ്മളുടെ അടുത്ത് എന്താ പറയുക, ഈ ഒരു റെഡ് കളറിലുള്ള കമ്മലില്ല. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കമ്മൽ ഏതായാലും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്, വാലന്റൈൻസ് ഡേ മേക്കപ്പ് ലുക്ക്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റുകളൊന്നും യൂസ് ചെയ്തിട്ടില്ല, വളരെ കുറച്ച് പ്രൊഡക്റ്റുകൾ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. പ്രൊഡക്റ്റുകളുടെ എല്ലാം ലിങ്ക്സ് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും, നിങ്ങൾക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ നോക്കാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ.